ഹായ്. രാവിലെ നല്ല തണുപ്പത്ത് പുതച്ചു മൂടി കിടക്കാനായിരുന്നു കേട്ടോ ഇഷ്ടം. പക്ഷെ സമ്മതിക്കൂല, രാവിലെ എന്നെ എണീപ്പിച്ച് പള്ളിയിലേക്ക് വിട്ടു കേട്ടോ. പള്ളിയിൽ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുമായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല തണുപ്പൊക്കെ ആയിരുന്നു. നമ്മൾ വായിക്കൂടെ ഇങ്ങനെ ഹൂഹു നോക്കുമ്പോഴത്തേക്കും പുകയൊക്കെ വരും. പുകയല്ല, മറ്റേ ഇങ്ങനെ തണുപ്പില്ലേ അത്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇരുന്നു കേട്ടോ. അനിയത്തിമാരൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും പോകും. ഇന്നാണെങ്കിൽ മിഷാൽ പറഞ്ഞു തന്നൊരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മുടെ കപ്പയിലേക്ക് പുളിശ്ശേരിയും ചിക്കൻ കറിയും കൂടെ ഒഴിച്ചിട്ട് ആ ചിക്കൻ കറിയും പുളിശ്ശേരിയും കൂടെ കൂട്ടി കുഴച്ച് അടിപൊളിയാക്കി കഴിക്കുന്നത്. അടിപൊളി ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളിയായിരിക്കും, ഇഷ്ടപ്പെടാനൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഇറങ്ങാൻ വേണ്ടി റെഡിയായി. അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചക്ക വിളച്ചതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അമ്മ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ പോകുന്ന വഴിക്കുള്ള കുഞ്ഞു കുഞ്ഞു പുഴകളിലൊക്കെ ഇങ്ങനെ വെള്ളമായിട്ടുണ്ട്. മഴക്കാലത്ത് മാത്രമേ ഇവിടെ വെള്ളം ഉണ്ടാവാറുള്ളൂ. നല്ല രസം ഇങ്ങനെ കണ്ടു നിൽക്കാൻ. വടകര എത്തിയപ്പോഴത്തേക്കും ഒരു കുഞ്ഞു ചായക്കടയിൽ കയറി കുറേ മലബാറി സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടെ. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. മഴ എന്നൊക്കെ പറഞ്ഞാൽ ഹെവി മഴ, നല്ല തണുപ്പും. അവിടെ നല്ല മഴയായിരിക്കുമല്ലോ അല്ലേ. മഴയൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ നാദാപുരത്തുള്ള കുറച്ച് പിള്ളേർ മഴയത്ത് ഇങ്ങനെ ബൈക്ക് റൈഡ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അവർ നമ്മുടെ വീട് കണ്ടപ്പം അങ്ങോട്ട് കയറി കുറേ വർത്താനമൊക്കെ പറഞ്ഞു. നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതെന്നാണ് പറഞ്ഞത്. നല്ല തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് അവർ നിന്ന് വിറയ്ക്കുമായിരുന്നു. അവരാണ് കിടിലമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളും ആ പ്രായത്തിൽ എന്തോരം മഴ നിറഞ്ഞ് ഇതിലൂടെയൊക്കെ പോയതല്ലേ. അതൊക്കെ ഓരോ ഓർമ്മകൾ. നിങ്ങൾ നിങ്ങളുടെ അന്നത്തെ ഓർമ്മകളൊക്കെ ഇവിടെ കമന്റ് ചെയ്യോ. എന്നിട്ട് നിങ്ങളുടെ അന്നത്തെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവരും അതൊക്കെ ഓർത്ത് മിസ് ചെയ്യട്ടെ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.